നമസ്കാരം. ചേലക്കര നിവാസികൾ അവർ എല്ലാവരും ചേർന്ന് പറഞ്ഞിരിക്കുകയാണ്, ഇവളാരും ഇവിടെ വേണ്ട, വരുത്തി ഇവിടെ വേണ്ട. എല്ലായിടത്തും പോസ്റ്റ് എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. അവർക്ക് അറപ്പാണ്, വെറുപ്പാണ് ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിയോട്. ആയതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്ത സാധനം റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു പട്ടിക്കാഷ്ടം കിടക്കണമെന്ന് നമ്മൾ പറയില്ലേ, അയ്യേ എന്ന് പറഞ്ഞ് വഴി മാറില്ലേ, അതുപോലെ ഒരു വഴി മാറുകയാണ്. ഇവിടെ വേണ്ടേ വേണ്ട, വേണ്ടേ വേണ്ട, വരുത്തി വേണ്ടേ വേണ്ട, നിറയെ പോസ്റ്ററുകളാണ്. നമസ്കാരം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ വഴി മാറാറുണ്ട്. അത് പലതരം വികാരങ്ങളെ കൊണ്ടായിരിക്കും. ഭയം കൊണ്ട് ഒരു ആന മതിച്ചു വരുന്ന സമയത്ത് നമ്മൾ പറയും, അയ്യോ നീ ഒരു ആന മതിച്ചു വരുന്നു, എന്നിട്ട് വഴിയോ നമ്മൾ ഓടി അകലും, അതിൻ്റെ അടുത്ത് നിൽക്കില്ല. അത് ഭയം കൊണ്ടാണത്. വഴി കൂടെ നടന്നു പോകുമ്പോൾ ഒരു മൂർഖൻ പത്തി വളർത്തിങ്ങനെ കണ്ടാലോ, ആ റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുമോ? അത് നമ്മൾ ധൈര്യപ്പെടുമോ? അപ്പോഴും നമ്മൾ പറയും അയ്യോ, അപ്പോഴും നമ്മൾ ഓടി അകലും. ശത്രുവിനെ കാണുന്ന സമയത്ത് വരുന്നുണ്ട്, ദേഷ്യമാണ്, അവനോട് ദേഷ്യമാണ്. അവൻ വരുന്ന വഴിക്ക് ഞാൻ പോകില്ല, അവനിരിക്കുന്നിടത്ത് ഞാനിരിക്കില്ല, ഞാനിരിക്കുന്നിടത്ത് അവനും ഇരിക്കണ്ട. അത് ദേഷ്യം കൊണ്ടാണ്, അകറ്റി നിർത്തും, അല്ലെങ്കിൽ നമ്മൾ അകന്നു പോകും. പഠിപ്പിച്ച മാഷെ കാണുന്ന സമയത്ത് അതുപോലെ തന്നെയാണ്. നമ്മളൊരു ഓരത്തേക്ക് മാറി നിൽക്കും, മുണ്ടിൻ്റെ കുത്തഴിച്ചിടും, മാഷെ എവിടേക്കാ പോണേ മാഷെ, അവിടെ നമ്മളൊരു അകൽച്ച കാണിക്കും. അത് ബഹുമാനം കൊണ്ടാണ്. ഇനി വഴിയിലെ പട്ടിക്കാട്ടം കിടക്കാൻ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും നമ്മൾ വഴി മാറും. നമ്മൾ 2-3 പേര് നടക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിലൊരാൾ പറയാം അയ്യോ എന്തേ അയ്യേ കൈ അവിടെ നിൽക്കാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ പട്ടിക്കാട്ടത്തിന് മേലെ ചവിട്ടുക. അപ്പോഴും ആയ് എന്ന് പറഞ്ഞ് വഴി മാറും. അത് അറപ്പ് കൊണ്ടാണ്, അത് വെറുപ്പ് കൊണ്ടാണത്. ചേലക്കരക്കാരിപ്പോൾ പറയണം അയ്യേ 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 എന്ന്. ചേലക്കാരൻ പറയുന്നത് ഏത് വികാരത്തിലാ? അത് നിങ്ങൾ തീരുമാനിച്ചോളൂ. രമ്യ കരിദാസ് ലോകസഭയിലേക്ക് തോറ്റു. പക്ഷെ അധികാരമില്ലാതെ ഇരിക്കാൻ പറ്റുന്നില്ല, മൂട്ടിൽ തീ പിടിച്ച പോലെ ഓടുകയാണ്. നിയമസഭയിലേക്ക് പോകാൻ പറ്റുമോ? ചേലക്കര സീറ്റാണ് നോട്ടം, സംവരണ സീറ്റ് വേണം, ചാലക്കര സീറ്റാണ് നോട്ടം. പക്ഷേ ചേലക്കരക്കാർ രാധാകൃഷ്ണനെ കണ്ട് വളർന്നവരാ. അവരിങ്ങനെയൊരു കരിദാസിനെ കൊണ്ട് അവിടെ നിർത്താൻ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവർ എല്ലാവരും ചേർന്ന് അവിടെ എല്ലാ മുക്കിലും മൂലയ്ക്കും പോസ്റ്റ് എഴുതി ഒട്ടിച്ചിരിക്കുക, വരുത്തി വേണ്ടേ വേണ്ട, വരുത്തി വേണ്ടേ വേണ്ട. ചേലക്കരക്കാരുടെ മനസ്സിൽ ഈ കരിദാസിന്റെ കാര്യം പറയുമ്പോൾ അവർക്ക് വെറുപ്പാണ്, അവർക്ക് അറപ്പാണ്. അവർക്ക് മുമ്പ് പറഞ്ഞ പോലെ അയ്യേ പട്ടിക്കാട്ടം, അയ്യേ പട്ടിക്കാട്ടം, ആ ഒരു വികാരമാണ് അവർക്ക്. നാട് മുഴുവൻ പോസ്റ്റർ എഴുതി ഒട്ടിച്ചിരിക്കുകയാണ്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചിട്ട് പിന്നെ വേണ്ടെന്നുള്ളത് ശരിയാവില്ല. അപ്പോൾ തുടക്കത്തിലേ പറഞ്ഞു ഈ സാധനത്തിന് ഇങ്ങോട്ട് എഴുന്നള്ളിക്കണ്ട. നാടൻ പാട്ട് പാടാൻ ഇവിടെ വേണ്ടത്ര ആൾക്കാരുണ്ട്. മഞ്ഞനായർ കുഞ്ഞനായർ മഞ്ഞക്കാട്ടിൽ പോയാലോ, മഞ്ഞക്കാട്ടിൽ പോയാലോ, പിന്നെ മഞ്ഞക്കിളിയെ പിടിക്കാലോ, പിന്നെ ഇത് പാടാൻ ഇവിടെ ആൾക്കാരുണ്ട്. എന്തട രാവണ സീതയെ കക്കാൻ കാരണം, നിന്നോടാരോ പറഞ്ഞിട്ടോ, നിന്റെ മനസ്സിൽ തോന്നിയിട്ടോ, ഇതൊക്കെയും പാടാൻ ഇവിടെ ആളുണ്ട്. ഈരടികൾ പാടാൻ ഇവിടെ ആളുണ്ട്. അതിന് യേശുദാസിനെ വരുത്തേണ്ട ആവശ്യമില്ല, അതിന് രമ്യ കരിദാസിനെ വരുത്തേണ്ട ആവശ്യമില്ല. അതൊക്കെ ഇവിടെ വേണ്ടത്ര ആൾക്കാരുണ്ടെന്നേ. ഏതായാലും ഇതൊക്കെ അവർ തന്നെ വരുത്തി വെച്ച വിനയാണ്. ഒരാൾക്കൊരു സ്ഥാനം കിട്ടുന്നത് അയാളുടെ ബാഹ്യമായ വിഭൂതികൾ നോക്കിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ലോകസഭയിലിരിക്കുന്ന ആൾക്കാർ മുഴുവൻ 102 കിലോ തൂക്കവും 6 അടി ഉയരമുള്ള ആൾക്കാർ മാത്രമായിട്ട് മാറണ്ടേ? കോടീശ്വരന്മാർ മാത്രമായിട്ട് മാറണ്ടേ?
ആന്തരികമായിട്ടുള്ള വിഭൂതികൾ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് കയറ്റി ഇരുത്തുന്നത്. അന്തശ്ചോദനകളുടെ മഹത്വം കൊണ്ട് കുറച്ചുകൂടിയും വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്, ആഭ്യാത്യം, തറവാടിത്തൊക്കെയും പറയില്ലേ, അതിൻ്റെ പേരിൽ. പക്ഷെ ചിലർക്ക് ചില തെറ്റുകൾ പറ്റും. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് അയ്യോ പാപം, അയ്യോ പെങ്ങളുട്ടി, അത് കഴിഞ്ഞ് കാര്യത്തോടെ അടുക്കുമ്പോഴല്ലേ, അണ്ടിയോടെ അടുക്കുമ്പോഴല്ലേ, പെണ്ണിൻ്റെ അണ്ടിയോടെ അടുത്തപ്പോഴല്ലേ അതിൻ്റെ പുളിപ്പ് ശരിക്കും മനസ്സിലാക്കിയത്. കിട്ടുന്ന പൈസ പോരാ, അഷ്ടിക്ക് തികയുന്നില്ല. അപ്പോൾ ഈ വസ്ത്രവിധാനത്തിൻ്റെ മറ്റേ മോഡ് ഓഫ് ഡ്രസ്സിങ് എല്ലാം മാറി ജയലളിതയുടെ പോലെയായി. ഇവിടെ പിന്നെ കോളറക്കിയിട്ട് കണ്ടുപഠിക്കണം, ജോർജ് കുര്യനെ പോലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണം. ഏറ്റവും നല്ല ഉദാഹരണം അതാണ്. ഈ കഴിഞ്ഞ മറ്റേ അവിടെ സ്ഥാനാരോഹണ സമയത്ത്, സത്യപ്രതിജ്ഞാ സമയത്ത് 2 മന്ത്രിമാർ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് സുരക്കോഴി, ചെമ്പുകോഴി, പിന്നെ ഒന്ന് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ അവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? കണ്ടു പഠിക്കണതെല്ലാവരും. ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത സ്ത്രീകളുണ്ട്, നിർമ്മല സീതാരാമൻ അടക്കമുള്ള സ്ത്രീകൾ. അവർ പോലും കാണിക്കാത്ത വിധമുള്ള ശാരീരിക അലങ്കാരവുമായിട്ടാണ് ഈ കോഴി അവിടെ നിന്ന് കയറിയത്. 11 വിരലുമേയും മോതിരിട്ടിട്ടുണ്ട്. മൂക്കുത്തിയും കമ്മലും പാദസരവും എന്താ ഇടാഞ്ഞെന്ന് അറിയില്ല. അത് അവോയ്ഡ് ചെയ്തിട്ട് ഇനി അടുത്ത പ്രാവശ്യം മുമ്പ് ചിലപ്പോൾ അതും ഉണ്ടാകും. കുട്ടികളിടുന്ന പോലെ ഇവിടെ ഒരു കളറ്, കൈയിൻ്റെ അവിടെ വേറൊരു കളർ, ഈ കൈയിൻ്റെ അവിടെ വേറൊരു കളറ്, ഇങ്ങനെയായിട്ട് ഒരു തരം കുട്ടിയുടുപ്പിട്ടാ പോയത്. എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആ ജോർജ് കുര്യൻ ഒരു മുണ്ടും ഒരു ഷർട്ടും, അദ്ദേഹം മുടി പോലും ഈരാനും മറന്നു. അതിലെല്ലാം പ്രാധാന്യം കൊടുത്തത്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരു വിമർശനം, ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എന്തെങ്കിലും ഒരു വിമർശനം നമ്മൾ കേട്ടോ? BJP കാരൻ തന്നെയാണ്, സഹമന്ത്രിയാണ്, സന്തോഷമായിട്ട് ഏറ്റെടുത്തു. ഇവിടെ സഹമന്ത്രി, ഇവിടെ സ്വാഹമന്ത്രി. ആ വ്യത്യാസം നോക്കണം. അഹങ്കാരം കൊണ്ടാണത് ആൾക്കാരങ്ങനെ പറയുന്നത്. ഏതായാലും കോഴിയോട് പറപ്പാണ് തോന്നുന്നത്, ചെമ്പുകോഴിയോട്. ജോർജ് കുര്യനോട് ആദരവാണ് തോന്നുന്നത്. കാരണം എന്താണ്? അവരുടെ പെരുമാറ്റം. അത് എനിക്ക് മാത്രമല്ല, സകലമാന പേർക്കും തോന്നിയൊരു കാര്യമാണ്. ദമ്പം, ദർപ്പം, ലോപം ഒരു വശത്ത്, അന്തസ്, ആഭിയാത്യം, തറവാടിത്തം മറ്റൊരു വശത്ത്. ഇരിക്കുന്ന ഇടം ഏതാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടാകണം. എടുത്തെടുത്ത വാക്കുകൾ എപ്രകാരമാകണം എന്ന ബോധവും വേണം. സാഹചര്യം നോക്കണം. ആന മതിച്ചു വരുന്ന സമയത്ത് ഇവിടെ നിന്നിട്ട് നമ്മൾ എന്താ ആന ഇങ്ങനെ കാണിക്കരുത് പറയാൻ പാടില്ല. ഇപ്പം പോ ആന എന്ന് പറഞ്ഞ് പന്തം കാണിക്കണം, അതും വേണ്ടി വരും. നാഗാസ്ത്രത്തിന് ഗാരുഡം തന്നെ പ്രയോഗിക്കേണ്ടി വരും. മണ്ടന്തരിക്കും മുണ്ടന്തരിയും പറയേണ്ടി വരും, അത് വേറെ കാര്യം. അത് സെൽഫ് ഡിഫൻസ് എന്നൊക്കെയും പറയും അതിന്, നിയമത്തിലൂടെ പറയുകയാണെങ്കിൽ. ഏതായാലും ഞാനിപ്പോൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഉറ്റ തോഴൻ, കുടുംബ സുഹൃത്താണ് സോണിയാഗാന്ധി. ഇറ്റലിയിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് നേരെ പോയത് അമിതാഭ് ബച്ചൻ്റെ അമ്മയുടെ അടുത്തേക്കാണ്. അവിടെ പോയി താമസിച്ചത്. പിന്നീട് അവരാണ് വിവാഹം നടത്തി കൊടുത്തത്. എന്നിട്ട് പോലും ഒരു പ്രൈം മിനിസ്റ്റർ ആയപ്പോൾ ആ ഒരു മര്യാദ, മാന്യത കാത്തു സൂക്ഷിക്കാൻ അതിന് രാജീവ് ഗാന്ധി പരിശ്രമിച്ചിട്ടുണ്ട്. ഒപ്പം അമിതാഭ് ബച്ചനും പരിശ്രമിച്ചു. എല്ലാ റെസ്ട്രിക്ഷനും അദ്ദേഹവും ഏറ്റെടുത്തു. അല്ല വെറുതെ വാതിൽ തുറത്ത് കയറിയിടാ, എന്താ രാജീവേ കൈസഹേ അച്ഛേ മജാമേ എന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. ഇവിടെ അധികാരം കിട്ടിയിട്ട് ആദ്യം തന്നെ ചെയ്ത് നോക്കുക, കൂട്ട് നോക്കുക എങ്ങനെയാണ് നേരെയാകുക. ആ കൂട്ടുകെട്ട് നോക്കുക. ഇതാണ് സംസർഗദോഷം എന്ന് പറയുന്നത്. ഇതൊക്കെ ആൾക്കാർ കൃത്യമായിട്ടും അത് വരവ് വെച്ചിരുന്നു. അവിടെ എല്ലാ മുസ്ലിങ്ങളും നശിച്ച് നാണക്കല്ലെടുക്കണം എന്ന് പറഞ്ഞ് ഇസ്ലാമോഫോബിയ കേരളത്തിൽ പടർത്താൻ വേണ്ടി തലകുത്തി നടന്ന ഒരാളുടെ ഒപ്പാണ് ഈ കരിദാസ് അവിടെ പോയിട്ട് ഫോട്ടോ എടുത്തിങ്ങനെ ചാരി ഇങ്ങനെ നിന്ന്. അതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അതൊക്കെ അവിടെയുള്ള ആൾക്കാർ അത് കണക്കിലെടുത്തിട്ടുണ്ട്. ഈ പോക്ക് ശരിയല്ല.
പക്ഷെ 5 കൊല്ലത്തേക്ക് അയച്ചാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റില്ല, പിന്നെ തല്ലി കൊല്ലാനേ പറ്റുള്ളൂ. ഏതായാലും 5 കൊല്ലം കഴിഞ്ഞ് കയ്യിൽ കിട്ടി, അണ്ണാക്കിന് കൊടുത്തു. ഇതാണ്ടായത്. ഏതായാലും ആലത്തൂരുകാർക്ക് ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം ഇത് മറ്റുള്ളവരും കണ്ടുപഠിക്കണം. പാർലമെന്റിലേക്ക് പോകുന്നത് ഒരു പെണ്ണോ അല്ലെങ്കിൽ ആണോ മാത്രമല്ല, കേരളീയനാണ്, കേരളത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ്. അപ്പം അവർക്ക് അവരുടേതായിട്ടുള്ള വലിപ്പം വേണമെങ്കിൽ ആൾക്കാർ കളിയാക്കും. അവിടെ പോയിട്ട് എഴുന്നേറ്റ് ബബ്ബ പറയാൻ അതിനല്ല പോകേണ്ടത്. അതല്ലെങ്കിൽ മഞ്ഞന്നായർ കുഞ്ഞന്നായർ മഞ്ഞക്കാട്ടിൽ പോയാലെന്നുള്ള പാട്ട് പാടാൻ വേണ്ടിയിട്ടല്ല പോകേണ്ടത്. അവിടെ അങ്ങനെ നാറ്റിച്ചു, കുറെ നാറ്റിച്ചു. ഈ ചേലക്കരയിലേക്ക് എത്തിച്ചു നോക്കുകയാണെങ്കിൽ ചേലക്കര നോട്ടം വെക്കുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഈ ഡൂക്കിലി റിമി ടോമി, ഡ്യൂപ്ലിക്കേറ്റ് റിമി ടോമി, കറുത്ത റിമി എന്ന് പറയും. അപ്പോൾ അപ്പോഴേ അവർ തള്ളി പറഞ്ഞു, വരുത്തി വേണ്ട, വരുത്തി വേണ്ടയോ, യോ വരുത്തി വേണ്ട. അവർക്ക് മനസ്സിലായി, അപകടം അവർക്ക് മനസ്സിലായി. അവർ തള്ളി പറഞ്ഞു. മുക്കിലും മൂലയിലും പോസ്റ്റർ ഒട്ടിച്ചു. ചേലക്കരയിലെ പുതിയ തലമുറ കണ്ടു വളർന്നത് എല്ലാം കൊണ്ടും ഒരു ചേലക്കരക്കാരനായിട്ട് രാധാകൃഷ്ണനെയാണ്. വഴിക്കൂടെ നടന്നു പോകുമ്പോൾ, ഏത് മന്ത്രിയാണെങ്കിലും വഴിക്കൂടെ നടന്നു പോകുമ്പോൾ അപ്പുറത്തുള്ള പാറക്കുട്ടിക്കോ ഇപ്പുറത്തുള്ള കല്യാണിക്കുട്ടിക്കോ അപ്പുറത്തുള്ള ത്രേസ്യക്കുട്ടിയോ വിളിച്ചു പറയാം, രാധാകൃഷ്ണ, നമ്മുടെ ആ വഴിയുടെ കാര്യം ശരിയായിട്ടില്ലല്ലോ, അവിടെ നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്ന് ചോദിക്കില്ല. അതേ നടന്നു പോകുമ്പോൾ എല്ലാവർക്കും രാധാകൃഷ്ണ എന്ന് വിളിക്കാനും തോന്നും. ചേലക്കരക്കാരിൽ നിന്ന് മാറി രാധാകൃഷ്ണൻ ഒരിക്കലും നിന്നിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോഴും അതാ സ്ഥിതി. കേരള കോളേജിലാണ് പഠിച്ചിട്ടുള്ളത്. എന്നേക്കാൾ ജൂനിയറായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. അന്നും അതെ, അദ്ദേഹം അന്നെങ്ങനെയാണോ അതുപോലെ തന്നെ ഇന്നും. ഇനി MP ആയാലും അതുപോലെ. അദ്ദേഹത്തെ കണ്ടിട്ടാണ് അവിടെയുള്ള പുതിയ തലമുറ, പഴയ തലമുറയും അവർ വളർന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ലാളിത്യം, അദ്ദേഹത്തിൻ്റെ അന്തസ്സ്, അദ്ദേഹത്തിൻ്റെ ആഭിജാത്യം, ആ എളിമ എന്നിത്യാദി കാര്യങ്ങൾ, അതാണ് അദ്ദേഹത്തിൻ്റെ വലിപ്പം. അത് വലിപ്പമില്ലായ്മയല്ല, അതാണ് അദ്ദേഹത്തിൻ്റെ വലിപ്പം. മുമ്പ് പറഞ്ഞ പോലെ മോതിരമണിയാനും ഒരു തലയിൽ കെട്ടുകെട്ടാനും പാദസര ഇടാനും പല വർണ്ണവർണ്ണ പട്ടുടയാണ് ധരിക്കാനും അതിന് മേലൊരു കോട്ട് ധരിക്കാനും 3 പീസ് ധരിക്കാനും അതൊന്നും കഴിയാത്തവനല്ല രാധാകൃഷ്ണൻ. മനസ്സുകൊണ്ടാണല്ലോ അതൊക്കെയും ചെയ്യേണ്ടത്. അങ്ങനെ ഒരു മനസ്സ് അദ്ദേഹത്തിന് ഇല്ല എന്ന് സാരം. ഏതായാലും ഈ വക ക്വാളിറ്റികൾ, ഈ പറഞ്ഞ ക്വാളിറ്റികൾ, അതിൻ്റെ ഗന്ധം പോലും അടിക്കാത്ത, അഥവാ അധികാരത്തിൻ്റെ അഹങ്കാര തിമിർപ്പിൽ അതെല്ലാം കൈമോശം വന്ന് പോയപ്പോൾ അവർ കാണിക്കുന്ന കാട്ടായങ്ങൾ, ജയലളിത ഇടുന്ന ഡ്രസ്സ് പോലെയാണ് ധരിച്ചത്. എവിടെ പോകുന്ന സമയത്തും കിട്ടുന്ന ശമ്പളം കൊണ്ട് തികയുന്നില്ല എന്ന് പ്രസ്താവന ഇറക്കിയതും ഈ അടുത്ത കാലത്താണ്. ഏതായാലും അങ്ങനെയുള്ള ഒരു കരിദാസിനെ തങ്ങളുടെ പ്രതിനിധിയായിട്ട് കാണാൻ ചേലക്കരക്കാർക്ക് കഴിഞ്ഞില്ല. ചിലപ്പോൾ അവരുടെ കഴിവ് കുറവായിരിക്കാം. ഇത്രയും മഹോന്നതയായിട്ടുള്ള ഒരാളെ പേറാനുള്ള ശേഷി അവർക്ക് ഇല്ലാഞ്ഞിട്ടായിരിക്കാം. അവർ പാവങ്ങളല്ലേ, ചേലക്കരക്കാർ പാവങ്ങളല്ലേ, ഇവർ അത്യുന്നത നിലയിലല്ലേ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാധാകൃഷ്ണൻ മതി. ഇനിയിപ്പോൾ രാധാകൃഷ്ണൻ അവിടെ MLA ആയില്ലെങ്കിലും, അവിടെ പോയിട്ട് മന്ത്രി ആയില്ലെങ്കിലും MP ആയാലും മതി, രാധാകൃഷ്ണൻ വീട്ടിലുണ്ടായാൽ മതി. MP ആകുന്നത് ആലത്തൂർ MP ആണെങ്കിലും അദ്ദേഹം MP ആണ്, പാർലമെന്റ് ഓഫ് മെമ്പറാണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആണ്, കേരളത്തിൻ്റെയാണ്. അപ്പോൾ ചേലക്കരക്കാർക്ക് ഇനി ഒരു MLA കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നിയമമുണ്ടല്ലോ, അവിടെയും ഒരു MLA ഉണ്ടാകണം. ഏതായാലും അത് രാധാകൃഷ്ണനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കണം. അത് അവരുടെ ഭാഷ, ചേലക്കരക്കാരുടെ ഭാഷ, ചേലക്കരക്കാരുടെ ജീവിതം അത് അറിയുന്ന ഒരാളായിരിക്കണം. അതിങ്ങനെ ഒരാളാകരുത്. അതവർ ഉറപ്പിച്ച് തീരുമാനിച്ചു വെച്ചു. ഏതായാലും രാധാകൃഷ്ണൻ്റെ സ്ഥാനത്ത് വന്നിരിക്കാനുള്ള യോഗ്യത, രാധാകൃഷ്ണൻ്റെ സ്ഥാനത്ത് ഇങ്ങനെ ഒരുത്തിയെ പ്രതിഷ്ഠിക്കാനുള്ള മനസ്സ് അതവർക്കില്ല. അതുകൊണ്ട് അവരതിന് തയ്യാറല്ല, ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ആയതുകൊണ്ട് അതിന് ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പ് തന്നെ കോൺഗ്രസ്സുകാരൻ്റെ DCCയിലേക്കും തീരുമാനമെടുത്ത് ഇതിനെ തന്നെയാണ് അവിടെ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം തീരുമാനം എടുത്തിട്ട് പിന്നെ അത് മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ
അവരുടെ സിരകളിൽ, കരിദാസിൻ്റെ സിരകളിൽ ചേലക്കര എന്നൊരു ഭാവം വന്നപ്പോഴേക്കും ചേലക്കരക്കാർക്ക് വിവരം മനസ്സിലായി. അവർക്ക് മനസ്സിലായി പട്ടിക്കാട്ടം അയ്യേ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവർ എഴുതി വെച്ചു, വരുത്തി വേണ്ട, വരുത്തി ഇവിടെ വേണ്ട, ഇവിടെയുള്ളവരിവിടെ മതി എന്ന്. എല്ലാം സ്വയം കൃതാനർത്ഥം, അഹങ്കാരത്തിൻ്റെ തിമർപ്പ്. അതിനിങ്ങനെ തിരിച്ചടി കിട്ടുക. എല്ലാവരും നോക്കിക്കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ BJPയുടെ സ്ഥിതി അതാണ്. ഇവിടെയുള്ള BJPക്കാർ എല്ലാവരും മുമ്പിൽ തന്നെ നിന്നു മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്. അമ്പലത്തിൽ ഇടി കൊണ്ട കണ്ടിട്ടില്ലേ? ദീപാരാധനയ്ക്ക് മുഖം കാണിക്കാൻ മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? നട തുറക്കും ബാക്കി എല്ലാവരും തട്ടിമാറ്റി ഞാൻ എന്ന് പറഞ്ഞ് മുമ്പിൽ കയറി നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അവരെ മുമ്പിൽ കയറി നിൽക്കുന്ന ആൾക്കാരുടെ ഗതി എന്തായി? മൂഞ്ചിപ്പോയില്ലേ? ഒന്നും അറിയാതെ ബാക്ക് സീറ്റിലിരുന്ന ആളെ അവർ നോട്ടം വെച്ചു. അതാരാ? അയാളുടെ പേരുടെ ജോർജ് കുര്യൻ. നോട്ടം വെച്ചില്ലേ? അപ്പോൾ നോട്ടമുണ്ട്. അതിന് അവരായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. രാജ്യത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്. അവരൊക്കെ നോട്ടം വെക്കുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള കയ്യബദ്ധങ്ങൾ, ആലത്തൂരുകാർക്ക് പറ്റിയ കയ്യബദ്ധം, ആ കയ്യബദ്ധത്തിൻ്റെ ബാക്കി ഏറ്റെടുക്കാൻ ചേലക്കരക്കാർ തയ്യാറല്ല എന്ന് വരുന്നത് ശ്ലാഘനീയമായിട്ടൊരു കാര്യമാണത്. നന്നായി. ഇതെല്ലാവരും അനുവർത്തിച്ചാൽ കേരളം രക്ഷപ്പെടും. ഇങ്ങനെയുള്ള ചെമ്പുകോഴികൾ, ഇങ്ങനെയുള്ള കരിദാസ് പാർട്ടികളൊക്കെ ഒരു മൂലയ്ക്ക് ബൂട്ട് ഔട്ട് ചെയ്ത് മാറ്റണം.